നിങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ തോതിൽ നടപ്പിലാക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യുവാനും നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ജീവിതം സൃഷ്ടിച്ചെടുക്കുവാൻ നിങ്ങളെ സഹായിക്കും. ഒരു പക്ഷേ നിങ്ങളൊരു വലിയ പരാജയത്തിലൂടെ, വലിയൊരു തിരിച്ചടിയിലൂടെ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വലിയ പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, പരാജയത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ ചില വിള്ളലുകളും പ്രശ്നങ്ങളും പൊട്ടിത്തെറികളുമൊക്കെ അനുഭവിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമത്തോടെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം, ബിസിനസ്, പ്രൊഫഷൻ, ഇതിലുള്ള ചില ചലഞ്ചസൊക്കെ നേരിട്ട്, തിരിച്ചടികളൊക്കെ നേരിട്ട് ഒരു വല്ലാത്ത പടുകുഴിയിൽ പെട്ട അവസ്ഥയിലാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ശ്രദ്ധാപൂർവം കേൾക്കുക. മനസ്സിലേക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കുക. ഈ ശ്രദ്ധിക്കുക എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തുവാനും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക എന്ന കപ്പാസിറ്റി നിങ്ങൾ മുൻപ് തന്നെ ഡെവലപ്പ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള പല പ്രതിസന്ധികളും തരണം ചെയ്യുന്നതിനും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരാതെ ജീവിതം വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹായിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അപാരമായിട്ടുള്ള ആ ശക്തി, ശ്രദ്ധയെ നിലനിർത്തുവാനുള്ള ആ ശക്തി, അത് നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കാത്തതുകൊണ്ട്, ഉപയോഗപ്പെടുത്താത്തതുകൊണ്ട് നിങ്ങൾക്ക് പല തിരിച്ചടികളും നേരിട്ടിരിക്കുന്നു. ശ്രദ്ധ എന്ന നമ്മുടെ അപാരമായിട്ടുള്ള ആ കപ്പാസിറ്റി, അതിനെ നിങ്ങളൊന്ന് തിരിച്ചു പിടിച്ചാൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെ പുഷ്പം പോലെ അനായാസമായി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. പ്രശ്നങ്ങൾ നേരിട്ട വ്യക്തികൾ, പടുകുഴിയിൽ ചാടിയ വ്യക്തികൾ, വമ്പൻ പരാജയങ്ങൾ നേരിട്ട വ്യക്തികളൊക്കെ ശ്രദ്ധയില്ലാതെ മനസ്സിനെ അതിൻ്റെ വഴിക്ക് വിട്ടതുകൊണ്ട് അത് നിങ്ങളറിയാതെ പല കുഴിയിലും ചാടിച്ചു. അതിൽ നിന്നും മറികടക്കുന്നതിന് നിങ്ങളുടെ ശ്രദ്ധയെ ഉപയോഗിക്കുക. ഈ വീഡിയോ കാണുക എന്നത് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ട്രെയിനിങ് നൽകി ഈ നിമിഷത്തിൽ നിലനിർത്തുന്നതിനുള്ള ഒരു നല്ല അവസരമായി നിങ്ങൾ കാണുക. നമ്മുടെ മനസ്സിന് അപാരമായിട്ടുള്ള ശക്തിയുണ്ട്, ബ്രെയിനിന് അപാരമായിട്ടുള്ള ശക്തിയുണ്ട്. ആ അപാരമായിട്ടുള്ള ശക്തി നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചതുകൊണ്ട് നിങ്ങളിപ്പോൾ പ്രതിസന്ധിയിൽ, പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു. മനസ്സിൻ്റെ ചെറിയ ഒരു ശക്തി ഉപയോഗിച്ചാണ് നിങ്ങളിങ്ങനെ കുഴിയിൽ ചാടിയിട്ടുള്ളത്. മനസ്സിൻ്റെ ഒരു ചെറിയ ശക്തി, ബുദ്ധിയുടെ ഒരു ചെറിയ ശക്തി ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കരകടക്കാൻ സാധിക്കും, വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പക്ഷേ ശ്രദ്ധ എന്ന നിങ്ങളുടെ കപ്പാസിറ്റിയെ ഉപയോഗിക്കുവാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ള വീഡിയോസിലേക്കൊന്നും പോകാതെ, മറ്റുള്ള റീൽസിലേക്കൊന്നും പോകാതെ, മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളിപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ശ്രദ്ധ എന്ന കപ്പാസിറ്റി, ഫോക്കസ് എന്ന കപ്പാസിറ്റി, അറ്റൻഷൻ എന്ന കപ്പാസിറ്റി ഉപയോഗിക്കുകയാണ്, അതിന് പരിശീലനം നൽകുകയാണ്. നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ ഒന്ന് കടന്നു നോക്കൂ. മനസ്സിങ്ങനെ വല്ലാതെ വൈബ്രേറ്റ് ചെയ്യുന്നില്ലേ? പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾ ഫോൺ പലതവണ പല വീഡിയോസും കാണുന്നു, പല വാർത്തകളും കാണുന്നു, പല റീൽസും കാണുന്നു.
ഇതൊക്കെ നിങ്ങൾ അറിയാതെയാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ അബോധ മനസ്സാണ് അവിടെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നത്. അബോധ മനസ്സ് ആക്റ്റീവായി പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക പ്രയാസകരമായിരിക്കും. നിങ്ങളുടെ പരാജയത്തിൻ്റെയും പ്രതിസന്ധിയുടെയും വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങളുടെ ബോധപൂർവമായിട്ടുള്ള മനസ്സിൻ്റെ, ബ്രെയിനിൻ്റെ കപ്പാസിറ്റി വർദ്ധിച്ച് ബോധപൂർവമായിട്ടുള്ള മനസ്സിനെയും ബുദ്ധിയെയും ഉപയോഗിക്കുവാൻ നിങ്ങൾ പരിശീലനം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പരാജയമല്ല, അവിടെ വിജയങ്ങളുടെ ഒരു പരമ്പര തന്നെ നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ശ്രദ്ധയെ നിലനിർത്തുക എന്നതാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരം, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹം. അതിന് ഒരല്പം ശ്രമം ആവശ്യമാണ്. കാരണം വർഷങ്ങളായി നമ്മുടെ ശ്രദ്ധയിൽ മേൽ നമുക്കൊരു ശ്രദ്ധയുമില്ല. നമ്മുടെ ശ്രദ്ധയെ അറിഞ്ഞും അറിയാതെയും ഫോണിൽ കാണുന്ന ഷോർട്സ്, റീൽസ് ഇതിലൂടെ കടന്നു പോകുന്നു. നമുക്ക് ചുറ്റും ഉള്ള സാഹചര്യത്തിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അത് ജോലി സ്ഥലത്തായിരിക്കാം, കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം, ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുത്ത് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ശ്രദ്ധയുടെ കപ്പാസിറ്റിയെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കാതെ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് എനർജി, ഒരുപാട് ബ്ലെസ്സിങ് ലഭിച്ചിരിക്കുന്നു. പക്ഷേ അതിനെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട്, നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിലുള്ള അബോധ മനസ്സ് അതിനിഷ്ടമുള്ള രീതിയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് പരാജയങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഈ അബോധ മനസ്സ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ എന്താണ്? അത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ചില വീക്ക്നെസ്സുകളുടെ ഒരു കോമ്പിനേഷൻ, സമൂഹത്തിൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, ചെറുപ്പത്തിലും വളർന്നു വരുമ്പോഴും നമുക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ എത്തുന്ന ചില കൺക്ലൂഷൻസ്, കൂടുതലും ഇതൊക്കെ കമ്പൈൻഡായിട്ട് ഒരു ബൾക്കായിട്ടിരിക്കുന്നത് ഒന്നും സാധ്യമല്ല, ലോകം പ്രശ്നമാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് കഴിവില്ല, മറ്റവരാണ് വലിയവർ, മറ്റുള്ള ആളുകൾ വിജയിക്കുന്നു, ഞാൻ അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശമാണ്. ഇങ്ങനെയുള്ള ബിലീഫുകൾ, വിശ്വാസങ്ങൾ, ചിന്തകളും ഇമോഷനുകളുമൊക്കെയാണ്. അപ്പോൾ അവയുടെ ആകത്തുകയായിട്ടുള്ള ഈ അബോധ മനസ്സാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ, അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ, അതിനനുസരിച്ചുള്ള ചിന്തകളും വികാരങ്ങളും മാത്രമേ നിങ്ങളിലൂടെ കടന്നു പോവുകയുള്ളൂ. എന്നാൽ മറുവശത്താവട്ടെ, നമ്മുടെ ബ്രെയിനിന് അപാരമായിട്ടുള്ള ശക്തിയുണ്ട്. നമ്മൾക്ക് ആവശ്യമുള്ള എന്തും നേടിയെടുക്കാനുള്ള അപാരമായിട്ടുള്ള ശക്തി ഈ മനസ്സിനുണ്ട്, ഈ ബ്രെയിനിനുണ്ട്. അതെല്ലാം വേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അതിന് കാരണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ അബോധ മനസ്സാണ്. ആ അബോധ മനസ്സാവട്ടെ ലിമിറ്റിംഗ് ബിലീഫ്സും, പരാജയങ്ങൾ ചിന്തകളും, കഴിയില്ല എന്ന ചിന്തകളും, ആത്മവിശ്വാസമില്ലാത്ത ചിന്തകളും വിശ്വാസങ്ങളുമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ബോധതലത്തെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക. ബോധ മനസ്സിൻ്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കുക. അതിന് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളിലാണ് ശ്രദ്ധ. അത് നമ്മുടെ ചിന്തകളിൽ. പലപ്പോഴും നിങ്ങൾ പരാജയത്തിൽ, പ്രതിസന്ധിയിലാണെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്ത,
ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചിന്ത, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചിന്ത, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുടെ ചിന്ത, ഇതിലേക്കൊക്കെ ഇപ്പോൾ ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി, ഒരല്പം ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയയോ മൊബൈൽ ഫോണോ ടി വിയോ ഇതൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ശ്രദ്ധ അതിൻ്റെ പിറകെയായി പോകുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ മറ്റുള്ള പല എൻജോയ്മെൻറ്റിലേക്കും ശ്രദ്ധയെ തിരിക്കുന്നു. അങ്ങനെ അതിൽ സമയം ചിലവഴിച്ച് ഒരല്പ സമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും മനസ്സിൽ നമ്മൾ ഈ സപ്രസ് ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും മനസ്സിലേക്ക് വരികയായി. അങ്ങനെ ആ ചിന്തകളുമായിട്ട് നമ്മൾ പോകുന്നു. പിന്നീട് വീണ്ടും സപ്രസ് ചെയ്ത ഈ ചിന്തകൾ വരുന്നു. വീണ്ടും നമ്മൾ നമ്മുടെ ശ്രദ്ധയെ ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ചിന്തകളിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും സോഷ്യൽ മീഡിയ, ഫോണ്, മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. എന്നാൽ ഇവിടെ പരിഹാരമൊന്നിനും ലഭിക്കുന്നില്ല. ലഭിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പരിഹാരം ലഭിക്കുന്നതിന് എന്ത് വേണം? ഈ ശ്രദ്ധയാകുന്ന എനർജിയെ ഇതിനെന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്ന് ചിന്തിക്കുന്നതിന്, ബോധപൂർവം ചിന്തിക്കുന്നതിന് വേണ്ടി മാറ്റുമ്പോൾ അവിടെ നമുക്ക് സൊല്യൂഷൻസ്, പ്രശ്നപരിഹാരത്തിനുള്ള നമ്മുടെ ബ്രെയിൻ തന്നെ, നമ്മുടെ അപാരമായിട്ടുള്ള ശക്തിയുള്ള മനസ്സ് തന്നെ അതിന് വേണ്ട ചില സൊല്യൂഷൻസുകളൊക്കെ നമുക്ക് നൽകുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തി. ഇനി അത് പ്രാവർത്തികമാക്കണം, എക്സിക്യൂട്ട് ചെയ്യണം. പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ മാത്രമേ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന്, എക്സിക്യൂട്ട് ചെയ്യുന്നതിന്, പ്രാവർത്തികമാക്കുന്നതിന്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സ് വീണ്ടും അബോധ തലത്തിലേക്ക് പോവുകയും വീണ്ടും പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും വീണ്ടും ആ പ്രശ്നങ്ങളിൽ നിന്നും ഒരല്പം ആശ്വാസം കിട്ടുന്നതിന് മറ്റുള്ള സുഖങ്ങളിലേക്ക് നമ്മൾ പോവുകയും പിന്നെ വീണ്ടും പഴയ ആ രീതിയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പിന്നെ സൊല്യൂഷൻസിനെ കുറിച്ച് നമ്മൾ മറക്കുന്നു, എക്സിക്യൂഷനെ കുറിച്ച് മറക്കുന്നു. കാരണം ശ്രദ്ധയുടെ നിയന്ത്രണം നമ്മളില്ലാത്തതുകൊണ്ട്. എന്നാൽ ഈ ശ്രദ്ധയുടെ നിയന്ത്രണം നമുക്കുണ്ടെങ്കിൽ, എൻ്റെ പ്രശ്നത്തിലുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു, ഇനി ആ പരിഹാരങ്ങൾ ഓരോന്നായി ഞാനൊരു എഫേർട്ട് എടുത്ത് ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന തലത്തിലേക്ക് എത്തുമ്പോഴാണ് മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇനി നമ്മൾ അല്പം ശ്രമം തുടങ്ങി, പക്ഷേ തുടക്കത്തിൽ തന്നെ ചെറിയ ചെറിയ ബ്ലോക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ടുകൾ നമുക്ക് ലഭിക്കാതെ വരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റക്കായി. പിന്നെ ചിന്തകൾ വന്നു, പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ. അങ്ങനെ ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വീണ്ടും നമ്മൾ എൻജോയ്മെൻറ്റിലേക്ക് മനസ്സിനെ, ശ്രദ്ധയെ തിരിക്കുന്നു. എന്നാൽ ശ്രദ്ധയിന്മേൽ നിങ്ങൾ നിയന്ത്രണം കൊണ്ടുവരുവാൻ, പ്രാക്ടീസിലൂടെ നിയന്ത്രണം കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആ സൊല്യൂഷൻസിലേക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലേക്കും, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ള നമ്മുടെ മനസ്സിൻ്റെ കപ്പാസിറ്റിയിലേക്ക് ശ്രദ്ധ പോവുകയും അങ്ങനെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ട സൊല്യൂഷൻസ് വീണ്ടും നമ്മുടെ മനസ്സ് നമുക്ക് തന്നെ നൽകുകയും ചെയ്യും. നമ്മൾ അതിലൂടെ കടന്നു പോകും. നമ്മൾ ഓരോരോ പ്രശ്നങ്ങളായി മെല്ലെ മെല്ലെ പരിഹരിക്കുകയും അങ്ങനെ നമ്മൾ വീട് കിടക്കുന്ന ആ പടുകുഴിയിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് സാവധാനം കരകയറുവാൻ സാധിക്കുകയും ചെയ്യും. അതിന് നമ്മുടെ ശ്രദ്ധയെ നിയന്ത്രണത്തിലാക്കുക, നമുക്ക് അനുകൂലമാക്കി മാറ്റുക, അതിനെ ട്രെയിൻ ചെയ്യുക. ആ ഒരൊറ്റ വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ ഒരൊറ്റ വഴി മതി ഏത് പ്രശ്നത്തെയും പരിഹരിക്കുന്നതിനും എത്ര വിജയം നേടിയെടുക്കുന്നതിനും. അപ്പോൾ നമ്പർ 1,
ശ്രദ്ധയെ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇത്രയും സമയം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്യുകയാണ്. ഞാനല്ല, നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഇതിലൊന്നും വലിയ കാര്യമില്ല. അടുത്ത വീഡിയോയിലേക്ക് പോകാം, അടുത്ത സൊല്യൂഷൻസിലേക്ക് പോകാം, അടുത്ത എൻജോയ്മെൻറ്റിലേക്ക് പോകാം, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ അബോധ മനസ്സിനെ നിങ്ങൾ അടിമയായി മാറുകയും അത് പഴയപടി തന്നെ തുടർന്ന് പോവുകയും ചെയ്യും. നമുക്കാവശ്യം അതല്ല. നമുക്കാവശ്യം ജീവിതത്തിലെ മാറ്റമാണ്, വിജയമാണ്. നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും കരകയറുകയാണ് ആവശ്യം. അതുകൊണ്ട് ഈ ശ്രദ്ധയെ നിങ്ങളുടെ അടിമയാക്കുക. നിങ്ങളുടെ ഈ അബോധ മനസ്സിനെ നിങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്തുക. അത് സാധ്യമാണ്. പ്രാക്ടീസിലൂടെ, ട്രെയിനിങ്ങിലൂടെ സാധ്യമാണ്. ഇനി അപ്പോൾ ഈ ശ്രദ്ധയെ ട്രെയിൻ ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുക എന്നതാണ് ആദ്യത്തെ പ്രശ്നപരിഹാരം. രണ്ടാമത്, ഈ ശ്രദ്ധയെ നിയന്ത്രിക്കുന്നതിന്, കൺട്രോൾ ചെയ്യുന്നതിന്, മാനേജ് ചെയ്യുന്നതിന്, നിങ്ങളുടെ അടിമയാക്കി മാറ്റുന്നതിന് നിങ്ങൾ ചെയ്യേണ്ട ചില പ്രാക്ടീസുകൾ, അത് ഞാൻ നിങ്ങളുടെ ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഷെയർ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ പ്രാക്ടീസിലൂടെ നടപ്പിലാക്കുവാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന ഈ ശബ്ദത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുത്തു നോക്കൂ. അതിന് നിങ്ങളുടെ മനസ്സിലൊരു നിർദ്ദേശം കൊടുക്കുക. ഇപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദത്തിലേക്ക് മാത്രം ഒരല്പസമയം ശ്രദ്ധ ഞാൻ കൊടുക്കുന്നു. ഇങ്ങനൊരു നിർദ്ദേശം നിങ്ങളുടെ മനസ്സിലൊന്ന് കൊടുത്തു നോക്കൂ. ആ കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പരിപൂർണ ശ്രദ്ധ എൻ്റെ ഈ ശബ്ദത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരല്പസമയം കഴിഞ്ഞാൽ പിന്നീട് മൈൻഡ് വീണ്ടും മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിയും. അപ്പോൾ വീണ്ടും അതിനൊരു നിർദ്ദേശം കൊടുക്കുക. എൻ്റെ ശ്രദ്ധ ഈ ശബ്ദത്തിലേക്ക് മാത്രമായിരിക്കും. വീണ്ടും മനസ്സ് അവിടെ നിലനിൽക്കും. ചിലപ്പോൾ ഏതാനും സെക്കൻഡുകൾ മനസ്സ് ആ ശബ്ദത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. വീണ്ടും മനസ്സ് മറക്കും. വീണ്ടും ഇതേ നിർദ്ദേശം മനസ്സിൽ കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നുവോ മനസ്സിലൊരു നിർദ്ദേശം കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ പരിപൂർണ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇങ്ങനെ നിർദ്ദേശം പല ആവർത്തി കൊടുക്കുമ്പോൾ മനസ്സിന് ആ ഭാഗത്ത് നിലനിൽക്കുവാൻ, ആ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുവാൻ കൂടുതൽ സമയം സാധിക്കുകയും അത് നിങ്ങളുടെ ശ്രദ്ധയെ ശക്തിപ്പെടുത്തുകയും അതിനെ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. മനസ്സിൻ്റെ ഒരു പ്രത്യേകത, ഇത് പലതും പലപ്പോഴുമായി മറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓർമ്മപ്പെടുത്തുക, ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുക. ആവർത്തിച്ച് ഇതിനെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ ഈ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കൂ, ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. ഇതിനെ അഫർമേഷൻസും എന്ന് പറയാം. ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് എന്ന് ശ്രദ്ധയോടുകൂടെ പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത് 2-3 തവണ പലതവണ ആവർത്തിച്ച് പറഞ്ഞു നോക്കൂ. ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. എനിക്കെന്തും നേടിയെടുക്കുവാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ പല ആവർത്തി പറഞ്ഞു നോക്കും. അപ്പോൾ അത് മനസ്സിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാവുകയും മനസ്സ് തന്നെ അത് വിശ്വസിക്കാൻ തുടങ്ങുകയും അങ്ങനെ നിങ്ങളൊരു ആത്മവിശ്വാസമുള്ള വ്യക്തിയായി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ശ്രദ്ധയുടെ കാര്യം പറഞ്ഞത്, നിങ്ങൾ മനസ്സിനെ ഓർമ്മപ്പെടുത്തുക, ഞാൻ നല്ല ശ്രദ്ധയുള്ള വ്യക്തിയാണ്. എനിക്ക് ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നു. ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ പരിപൂർണമായിട്ടുള്ള എൻ്റെ ശ്രദ്ധ നിലനിർത്തുവാൻ എനിക്ക് സാധിക്കും. എൻ്റെ ശ്രദ്ധ ഈ നിമിഷത്തിൽ ഞാൻ നിലനിർത്തും. ഇങ്ങനെ കമൻറ്റുകളും സജഷൻസും ഇടയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ മനസ്സ് അവിടെ തന്നെ നിലനിൽക്കും. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ വീഡിയോയിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൊടുത്ത നിർദ്ദേശം കൊണ്ടാണ്.
ഇൻസ്ട്രക്ഷൻ കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ തന്നെ ചിന്തകൾ ഉപയോഗിച്ച്, വാക്കുകൾ ഉപയോഗിച്ച് മനസ്സിനെ ശ്രദ്ധയോടുകൂടെ നിലനിർത്താനുള്ള ഒരു കപ്പാസിറ്റി നേടിക്കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ഒന്ന്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള റിമൈൻഡേഴ്സ് മനസ്സിന് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ തന്നെ നിലനിൽക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നൊക്കെ. രണ്ടാമതായി, നിങ്ങളുടെ ശരീരത്തേക്കൊന്ന് ഫീൽ ചെയ്യുക. മനസ്സിന് നിർദ്ദേശം കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ശരീരത്തെ പരിപൂർണമായും ഫീൽ ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു. അതിനുശേഷം ഒരല്പസമയം മനസ്സിനെ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ഫീൽ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനും അനുവദിക്കുക. നിങ്ങളുടെ ശ്വാസം ഉപയോഗിച്ച് മനസ്സിനെ, ചിന്തകളെയൊക്കെ നിയന്ത്രിക്കുവാൻ സാധിക്കും. അതിനർത്ഥം മനസ്സിലൊരു ചിന്തയും വരാതിരിക്കുക എന്നതല്ല. നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ, നിങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ്. അങ്ങനെ ശാന്തമായിട്ടൊരു നെർവസ് സിസ്റ്റവും ശരീരവും ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സ്, ശ്രദ്ധ നിങ്ങൾ ആഗ്രഹിച്ച ആ ഭാഗത്ത് തന്നെ നിലനിൽക്കും. അതിന് ദീർഘമായി ശ്വാസമെടുത്ത് റിലീസ് ചെയ്യുക എന്നൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മൂക്കിലൂടെ സാവധാനം ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറ് പുറത്തോട്ട് അല്പം തള്ളി വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. പിന്നെ അത് സാവധാനം റിലീസ് ചെയ്യുക. ഇത് നിങ്ങളൊരു 5-10 തവണയൊക്കെ വല്ലപ്പോഴുമൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സ് വളരെ ഫോക്കസ്ഡ് ആവുന്നതും ഈ നിമിഷത്തിൽ നിലനിൽക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ട ചില ട്രെയിനിങ്ങുകളാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾ മാറുമോ? എൻ്റെ സാമ്പത്തിക ബാധ്യത മാറുമോ? എൻ്റെ പ്രശ്നങ്ങൾ മാറുമോ? ആരോഗ്യം മെച്ചപ്പെടുമോ? ബന്ധങ്ങൾ നന്നാവുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പടുകുഴിയിൽ എത്തപ്പെട്ടത് നിങ്ങളുടെ ശ്രദ്ധയിന്മേൽ നിയന്ത്രണമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ശ്രദ്ധയും നിയന്ത്രണമില്ലെങ്കിൽ മനസ്സ് അതിൻ്റെ വഴിക്ക് പോകും. അതിന് സൗകര്യമുള്ള ചിന്തകൾ ചിന്തിക്കും, അതിന് സൗകര്യമുള്ള തീരുമാനങ്ങൾ എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മനസ്സിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് ലഭിച്ചിരിക്കുന്നത് പല തെറ്റായിട്ടുള്ള പ്രോഗ്രാമുകളിലും കൂടെയാണ്. ആ തെറ്റായ പ്രോഗ്രാമുകളാണ് നമ്മളെ നയിക്കുന്നുവെങ്കിൽ, അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നുവെങ്കിൽ നമ്മളെപ്പോഴും പരാജയത്തിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഈ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന്, ശ്രദ്ധയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ. അല്ലാത്തിടത്തോളം നമ്മൾ ആ കുഴിയിൽ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ സൊല്യൂഷൻസിന് വേണ്ടി, പരിഹാരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഒന്നും നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ജീവിതം മുന്നോട്ട് ഉന്തി തള്ളി നീക്കി കൊണ്ടുപോകും. അതിനല്ലല്ലോ നമ്മുടെ ജീവിതം. അപ്പോൾ ആദ്യം ശ്രദ്ധയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. അതിന് നിങ്ങൾക്ക് സാധിച്ചാൽ ഈ പറഞ്ഞ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുക ഈസിയാണ്. ഇത് ഒരല്പം പരിശീലനം ആവശ്യമാണ്, നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ആവശ്യമാണ്. അതിനേക്കാളുപരി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, മനസ്സിനെ ഓർമ്മപ്പെടുത്തണം. ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിയാൽ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് പുരോഗതി നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഓർമ്മപ്പെടുത്തിയില്ല എങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട്, വാർത്തകളുണ്ട്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുണ്ട്, നിങ്ങളുടെ പ്രൊഫഷനിലും മറ്റുമുള്ള ആളുകളുണ്ട്, ജോലിസ്ഥലത്തെ ആളുകളുണ്ട്. ഇവരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ അതിനനുസരിച്ച് അങ്ങോട്ട് പോകും. ജീവിതം വേറൊരു വഴിക്ക് പോവും, ആഗ്രഹങ്ങൾ മറ്റൊരു വഴിക്കും. ഇതിന് രണ്ടിനും ഒരുമിച്ച് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ കൂടിയേ മതിയാവും. അതിനുവേണ്ട പ്രാക്ടീസുകൾ നമ്മൾ ചെയ്തേ മതിയാവും. അപ്പോൾ അതിനുവേണ്ട ചില സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമിലൊക്കെ ഇതിൻ്റെ ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ്ങും പ്രാക്ടീസുകളും ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം വർഷങ്ങളായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രോഗ്രാമുകളെ മാറ്റിയെടുക്കുക, അതിന് ഒരല്പം ശ്രമം ആവശ്യമാണ്.
ആ ശ്രമം നടത്താൻ തയ്യാറായാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തിടത്തോളം ഇതേ ജീവിതം, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഒരേ ചിന്തകൾ, ഒരേ പ്രവർത്തികൾ, ഒരേ ശ്രദ്ധ, ഒരേ ജീവിതം. വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ, വ്യത്യസ്തമായിട്ടുള്ള ശ്രദ്ധ, ഇപ്പോൾ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശ്രദ്ധ, വ്യത്യസ്തമായിട്ടുള്ള ആക്ഷനുകൾ. അപ്പോൾ ജീവിതം വ്യത്യാസപ്പെടും. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക, പ്രാക്ടീസ് ചെയ്യുക, മനസ്സിനെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതം നടക്കുന്നത് ഈ പ്രസൻറ്റ് മൊമെൻറ്റിലാണ്. കഴിഞ്ഞ കാലത്തിലല്ല, വരാനിരിക്കുന്ന കാലത്തിലുമല്ല. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ എത്രമാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. എത്രമാത്രം ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്ന് അകന്നു പോകുന്നുവോ അത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുക എന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കുന്നതിന് പരിശീലനം ആവശ്യമാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ മല കയറുന്ന തരത്തിലുള്ള പ്രയത്നമൊന്നുമല്ല. ചെറിയ 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 സിമ്പിൾ സ്റ്റെപ്പുകളിലൂടെ, പ്രാക്ടീസുകളിലൂടെ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത തരത്തിലുള്ള ചെറിയ ചെറിയ പ്രാക്ടീസുകളിലൂടെ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ നിലനിർത്തി നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, സന്തോഷം, ബന്ധങ്ങൾ, നല്ല ആരോഗ്യം, മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തി, ആശ്വാസം, പീസ്, ഇതൊക്കെ നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ആ അർഹതപ്പെട്ട ജീവിതം സൃഷ്ടിക്കുന്നതിന് നമ്മുടെ മനസ്സിനെ, ശ്രദ്ധയെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരിക എന്ന ആ ഒരു കാര്യം, ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തേ മതിയാവും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇപ്പം എൻ്റെ മനസ്സിൽ എന്താ ചിന്ത ഉള്ളത്? വെറുതെ ഒന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ. എന്താ അടുത്ത ചിന്ത എന്താണ്? ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ചിന്ത എന്താണ് എന്ന് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലൊന്നും ചോദിച്ചു നോക്കൂ. ആ ഒരു ചോദ്യം ചോദിക്കുന്ന നിമിഷത്തിൽ തന്നെ ചിന്തയില്ലാത്തൊരു ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടും. പക്ഷേ അധികം താമസിക്കാതെ ചിന്തകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചിന്തകളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ശ്രദ്ധയെ പരിശീലനത്തിലൂടെ നമുക്ക് അനുകൂലമാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ചിന്തകളെ വരൂ. അനുകൂലമല്ലാത്ത ചിന്തകൾ വന്നാൽ തന്നെ അതിന് വലിയ നിലനിൽപ്പൊന്നും ഉണ്ടാവില്ല. ആ തലത്തിലേക്ക് എത്തുന്നതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ശരീരത്തെ ശ്രദ്ധിക്കുക, ശ്വാസത്തെ പ്രാക്ടീസ് ചെയ്യുക, ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുക, ശ്രദ്ധയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുക, മനസ്സിനോട് കൂടെ കൂടെ പറയുവാൻ തയ്യാറാവുക, മനസ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ഇതൊക്കെ നിരന്തരം നിങ്ങൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ അനുഭവപ്പെടും. നിങ്ങൾ ഏത് പടുകുഴിയിലാണെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കോച്ചിങ് പ്രോഗ്രാമുകൾ നമ്മൾ നടത്താറുണ്ട്. അത് സൗജന്യമായിട്ടുള്ളതുണ്ട്, പെയ്ഡ് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ മാറ്റുന്ന എത്രയോ ആളുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാമുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. വിശദമായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ തീരുമാനിക്കുക നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു പിടിക്കാൻ. അത് നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതത്തെ സൃഷ്ടിക്കുന്നതിനും നിങ്ങളെ സഹായിക്കും. താങ്ക് യു.